സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞനെപ്പറ്റി കേൾക്കാത്ത മനുഷ്യരുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹമാണല്ലോ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ഈ ലോകത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഏറ്റവും പ്രയോജനപ്പെട്ടു എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ചെറുപ്പകാലം മുതൽക്ക് തന്നെ വളരെ പ്രത്യേകതകളുള്ളതായ ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠന രീതി വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. എന്നാൽ അത് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിൻ്റെ അധ്യാപകർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ ഒരു മണ്ടൻ എന്ന് മുദ്രകുത്തി. ആ മണ്ടത്തരത്തിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് താൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ കോഴിമുട്ടയ്ക്ക് അടയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായ വികൃതികൾ കാണിച്ചതുകൊണ്ടാണ് അധ്യാപകർ അദ്ദേഹത്തെ മണ്ടൻ എന്ന് മുദ്രകുത്തിയത്. ഇത്രമാത്രം വികൃതിയായ എഡിസനെ സ്കൂളിൽ പഠിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് അധ്യാപകർ പറഞ്ഞു സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഈ കുട്ടിയിൽ അനവധിയായ ഗുണങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആകാംക്ഷയിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ ചിന്തയുടെ പ്രതിഫലനമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ആ അമ്മ പിന്നീട് ഈ കുട്ടിയെ സ്കൂളിൽ വിടാനായിട്ട് ആഗ്രഹിച്ചില്ല. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പഠനം മുഴുവൻ അമ്മ ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹത്തെ പഠനത്തിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്ക് അവർ എത്തിച്ചു. അദ്ദേഹം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ഇലക്ട്രിക് ബൾബ് കണ്ടെത്തുന്നതിന് 2772 പ്രാവശ്യം അദ്ദേഹം പരീക്ഷണങ്ങൾ ചെയ്തു. ഓരോ തവണ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴും പരാജയങ്ങൾ സംഭവിച്ചു. എന്നാൽ ആ പരാജയങ്ങളിൽ നിന്ന് വീണ്ടും അതിലെ തെറ്റുകൾ മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടെ ഈ പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം വിജയിച്ചു. ഇലക്ട്രിക് ബൾബ് അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചു. ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു വലിയ കണ്ടുപിടുത്തത്തിൻ്റെ ഉടമയായി അദ്ദേഹം മാറി. നോക്കുക, ചെറുപ്പകാലത്ത് മണ്ടൻ എന്ന് മുദ്രകുത്തി ലോകം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞതായ തോമസ് ആൽവ എഡിസൺ പിൽക്കാലത്ത് ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഉടമയായി തീർന്നു എന്നുള്ളത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. ഇനി നമ്മുടെ കാലത്തേക്ക് മടങ്ങി വരാം. ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളെ ഭോഷന്മാർ എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. അവർ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം ധ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ ഭോഷത്തരമാണ് എന്നാണ് ലോകം അവരെപ്പറ്റി വിധിയെഴുതുന്നത്. എന്നാൽ 14-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുകയാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നോക്കുക, ദൈവവചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നുള്ളതത്രേ. ലോകത്തിൻ്റെ മുമ്പിൽ അവർ ഏറ്റവും വലിയ ഭോഷന്മാരായി തീർന്നേക്കാം, പക്ഷേ ദൈവദൃഷ്ടിയിൽ അവർ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ തന്നെയാണ്. സങ്കീർത്തനകർത്താവ് ലോകത്തെ നോക്കിയിട്ട് പറയുകയാണ്, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീരുവാൻ കാരണം എന്താണ്? അവർ പാപത്തിൽ ജനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ആദാം ചെയ്തതായ പാപത്തിൻ്റെ ഫലമായി ആദാമ്യവർഗത്തിൽ ജനിക്കുന്ന എല്ലാവരും പാപികളായി തീർന്നു. എന്നാൽ ആ പാപാവസ്ഥയിൽ നിന്ന് ദൈവമക്കളായി തീരുവാൻ ദൈവം ഒരുക്കിയതായ വഴി എന്താണ്? അതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉള്ളതായ വഴി. അവിടുന്ന് ദൈവമായിരുന്നു, എന്നാൽ മനുഷ്യനായി ജനിച്ചു വീണു. ആത്മാവിൽ ദൈവവും ശരീരത്തിൽ മനുഷ്യനുമായി അവിടുന്ന് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി തീർന്നു.
ആ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ പരിപാവനമായ രക്തം നമുക്ക് മറുവിലയായി ദൈവനീതിയുടെ മുൻപാകെ ദൈവം ഒഴിച്ചു. അങ്ങനെ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നുള്ള നിലയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ ലോകത്തിൻ്റെ മുൻപാകെ ഒരു പക്ഷേ ഭോഷനായ താങ്കൾ ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റവും വലിയ ബുദ്ധിമാനായി തീർന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനം എന്നും ശ്രവിപ്പാൻ സ്വർഗീയനാദം ദ ഹെവൻലി വോയ്സ്.